ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ എഗ് ഡ്രൈ ഫ്രൈ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നല്ലൊരു കിഡിലൻ സ്റ്റാർട്ടറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ഒരു ഡ്രൈ ഫ്രൈ ആണ്. ഇതിനകത്ത് നമ്മൾ മുട്ട ഈ കാണുന്ന പോലെ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിനകത്തുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് കടിക്കാൻ കിട്ടുന്നതും ഒക്കെ ഒരു ചൈനീസ് ചൈനീസ് അല്ല എങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റിന് പോലെ നമുക്ക് തോന്നും കേട്ടോ. അങ്ങനത്തെ ഒരു എഗ് ഡ്രൈ ഫ്രൈ ആണ്. നമുക്ക് നോക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു പ്രത്യേക രീതിയിലാണ് ഇന്ന് മുട്ട ഉണ്ടാക്കുന്നത്. നമ്മൾ മുട്ട ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടും ആ വെള്ളഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇഡ്ഡലി തട്ടിൽ ആദ്യം ഒന്ന് എണ്ണ തൂത്തിട്ടുണ്ട്, അത് കാണിക്കാൻ വിട്ടുപോയി. എണ്ണ തൂത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പം ഞാനെടുത്ത ഇഡ്ഡലിയുടെ തട്ടിൻ്റെ ഒരു കുഴി കുറവും ഞാനെടുത്ത മുട്ട കുറച്ച് വലുതുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചിങ്ങനെ ആ മുട്ടയുടെ വെള്ളം ഒന്ന് ഒഴുകി മാറിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ല. നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ഈ ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പം മുട്ടയുടെ ഈ ഒരു മഞ്ഞ മിക്സായി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രുചി, ഈ ഒരു കറി, ഈ ഒരു ഫ്രൈ ആയി കഴിഞ്ഞിട്ട് നമ്മളത് കഴിക്കുമ്പോൾ ആ രുചി കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിച്ചെടുത്തിട്ട് വരാം. ഇനി അടുത്തത് ചേർക്കാൻ പോകുന്നത് ഉപ്പും, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ ആവശ്യത്തിനുള്ള കുരുമുളക്. ഞാനൊരു 30 സെക്കൻഡോളം മൂടി വെച്ച് വേവിക്കാൻ വെച്ചു. എന്നിട്ടാണ് ഞാൻ ഓർത്തത്. അതുകൊണ്ടാണ് ഇത് കുറച്ച് വേവായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നമുക്കിതൊരു 3 മിനിറ്റോളം വേവിക്കാം. അപ്പോൾ ഇത് വേവുന്ന നേരം കൊണ്ട് നമുക്കിതിനൊരു കൂട്ട് തയ്യാറാക്കണം. അത് വെച്ചിട്ടാണ്, ആ കൂട്ട് പുരട്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള കടലമാവ്, 1/2 ടീസ്പൂണോളമുള്ള കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം. അടുത്തത് 1/2 ടീസ്പൂണോളമുള്ള ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളമുള്ള ഗരം മസാലപ്പൊടി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം. ഞാനത് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് ഓർത്തത്. അപ്പോൾ ഞാനത് മുന്നേ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊരു പേസ്റ്റ് പരുവത്തിനാക്കണം. ഇപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് പരുവത്തിനാക്കി എടുക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു കൂട്ടിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഒത്തിരി വാട്ടറിയും അല്ല, അതുപോലെ ഒത്തിരി നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടുമില്ല. രണ്ടിൻ്റെ നടുക്കുള്ള ഒരു പരുവം വേണം, എന്നാലാണ് മുട്ടയിലൊക്കെ നല്ലതുപോലെ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇത് മാറി ഇവിടെ ഇരിക്കട്ടെ. നമുക്കിനി നമ്മുടെ ഇവിടെ 3 മിനിറ്റോളം കഴിഞ്ഞു. നമുക്ക് മുട്ട എങ്ങനെയാണെന്ന് നോക്കാം. ഞാനപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ മുട്ടയൊക്കെ നല്ലതുപോലെ ഉള്ളും ആ ഒരു വെള്ളഭാഗവും മഞ്ഞഭാഗവും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. കറക്റ്റ് 3 മിനിറ്റാണ്. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഒരു സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മിനിറ്റിനകത്ത് ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഓഫ് ചെയ്യുക. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡായി പോവും. അപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിയുമ്പം ഇത് നമ്മൾ ഇഡ്ഡലി ഇങ്ങനെ തട്ടിൽ നിന്ന് എടുക്കുക, അതേപോലെ തന്നെ എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ വിട്ടുപോരും. കാരണം നമ്മളിതിനകത്ത് ഓയിൽ ചെറുതായിട്ട് തൂത്ത് കൊടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ടുപോരും. അപ്പോൾ ഞാനിതെല്ലാം എടുത്ത് ഒരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് മുട്ടയുടെ അകവും പുറമൊക്കെ വരിക. പുറം നല്ല ക്രിസ്പി ആയിട്ട് വരും, ചുറ്റും നല്ല ക്രിസ്പി ആയിട്ടും അകം ആ മുട്ടയുടെ ഉണ്ണിയൊക്കെ ഉള്ള ഭാഗം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മസാലക്കൂട്ട് നല്ലതുപോലെ പുരട്ടാം. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ പുരട്ടിയെടുക്കാം കേട്ടോ. അപ്പം ഞാനതൊന്ന് പുരട്ടിയെടുത്തിട്ട് വരാം. അപ്പോൾ മുട്ടയിൽ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഉടനെ തന്നെ ഒന്ന് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കല്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. ഒത്തിരി എണ്ണയൊന്നും വേണ്ട. ഞാനിവിടെ ചട്ടി ചൂടായി വരുമ്പം 1 ടേബിൾ സ്പൂണോളമുള്ള എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിനകത്തോട്ട് നമ്മൾ ആ ഒരു മസാല എല്ലാം പുരട്ടി വെച്ചിരിക്കുന്ന മുട്ടയൊന്ന് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റോളം മതിയാവും. 1 മിനിറ്റോളം നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ആ ഒരു കടലമാവിൻ്റെ ഒരു കോട്ടിങ് പതുക്കെ നിറം മാറി ഒരു ഗോൾഡിഷ് കളറൊക്കെ അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് കളറൊക്കെ ആവാൻ തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്കിത് എടുത്തു മാറ്റാം. അപ്പോൾ ഇവിടെ 2 മിനിറ്റോളം കഴിഞ്ഞു. മുട്ടയൊക്കെ ഞാൻ 1 മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിറത്തിലോട്ട് നമ്മുടെ മുട്ടയുടെ ഒരു കോട്ടിങ് എല്ലാം വന്നിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. ഞാനിനി ഇതൊന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ട ഫ്രൈ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതിന് വേണ്ടുന്ന മസാല തയ്യാറാക്കണം. അതിനായിട്ട് അതേ പാനിൽ തന്നെയാണ് ഞാൻ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ കുറച്ച് കുറവാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ എണ്ണ ചേർക്കാം. ഞാൻ ഇപ്പോൾ എണ്ണ ചേർക്കുന്നില്ല, പക്ഷെ പിന്നീട് ചേർക്കുന്നുണ്ട്.
അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം ചേർക്കുന്നത് 1/2 ടീസ്പൂണോളമുള്ള ജീരകം, നല്ല ജീരകം. അപ്പോൾ അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അടുത്തത് ചേർക്കുന്നത് 1/4 ടീസ്പൂണോളമുള്ള ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി ചതച്ചത് ചേർക്കാതെ ഇതുപോലെ അരിഞ്ഞ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്വാദാണ് കേട്ടോ, കുറച്ചും കൂടെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു രുചി ഉണ്ടാവും. പിന്നെ ചേർക്കുന്നത് ഒരു സവോള, ഒരു മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള സവോള ഇതുപോലെ ചെറുതായി നുറുക്കിയതും ചേർക്കുന്നുണ്ട്. നമ്മൾ ഈ സവോള തുടങ്ങി ഇനി കുറച്ച് കാര്യങ്ങൾ ചേർക്കും. ആ ചേർക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ഒരു ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഇനി ഇതിനകത്തോട്ട് ഞാൻ അടുത്ത് ചേർക്കുന്നത് ഒരു 1/4 തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തക്കാളി കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി അടുത്തത് ചേർക്കുന്നത് ക്യാപ്സിക്കാണ്. ക്യാപ്സിക്കം ഞാനിവിടെ 2 കളറായിട്ടുള്ള ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒന്ന് പച്ചയും ഒന്ന് ചുമപ്പയും. ഇനി നമുക്കിത് രണ്ടും കൂടെ, അതുപോലെ തന്നെ ഇനി ഞാൻ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അത് എരിവ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കുക. നമ്മൾ മുന്നേ ഇതിനകത്ത് മുളക് പൊടിയും ഇതൊക്കെ ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, കുരുമുളക് പൊടി, അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് കുറച്ചിട്ടാലും മതി. ഇനി നമുക്കിതൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഒത്തിരി കുഴഞ്ഞൊന്നും പോകണ്ട, ചെറുതായി കടിക്കാൻ കിട്ടണം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. മുട്ടയ്ക്കുള്ളതൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളതാണ് മുന്നേ, അതുകൊണ്ട് കൂടി പോകരുത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അടുത്തത് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 മിനിറ്റും കൂടെ നല്ലതുപോലെ ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു വറുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിനകത്തോട്ടിട്ട്, നമുക്കിതിനകത്ത് വെള്ളമോ അങ്ങനെ ഒന്നും ഒഴിക്കുന്നില്ല. നമ്മളിത് നല്ലൊരു ഡ്രൈ ഫ്രൈ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിത് ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കൊരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റോളം നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. ഞാൻ അതിനിടയ്ക്ക് ഒരു 1/2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചായിരുന്നു, കാരണം ഒത്തിരി അങ്ങ് ഡ്രൈ ആയ പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ആ സൈഡിലൊക്കെ ചെറിയ എണ്ണമയം കാണുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ എഗ് ഡ്രൈ ഫ്രൈ റെഡിയാണ്. ഇതൊരു ചൈനീസ് ഡിഷിൻ്റെ ഒരു ഫ്ലേവറൊക്കെ കൊടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ, ഒരു ഡ്രൈ ഫ്രൈ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നമ്മളെല്ലാവരും ഓംലേറ്റും അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ബുൾസൈ ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവരായിരിക്കും. ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഓയിൽ കുറച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കാം. കുട്ടികൾക്കാണെങ്കിലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഇതാ ഞാനിതൊന്ന് ഒരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഓരോരുത്തർക്കും ഒരു മുട്ടയും ഒപ്പം അവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസാണ് ഞാൻ അന്നേരം ചേർക്കുക. ഇതിനകത്ത് തക്കാളി ഞാൻ ചേർക്കാറില്ല, കാരണം പിന്നെ ഇന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്തത്. അപ്പോൾ തക്കാളി ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ ക്യാരറ്റ് ചേർക്കാം, ക്യാബേജ് ചേർക്കാം. അങ്ങനെ കുഞ്ഞുങ്ങൾ കഴിക്കും എന്ന് ഉറപ്പുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് ഓയിൽ കുറച്ച് നമുക്ക് ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഓയിലിന് പകരം ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ചേർക്കാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ബട്ടർ നല്ലതാണ്. അപ്പോൾ അത് ചേർത്ത് നമുക്കിതുപോലെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഒരു അടിപൊളി എഗ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡിയാണ്. ഈ ഒരു മുട്ടയാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ വളരെ സോഫ്റ്റും പുറത്ത് ആ ഒരു വൈറ്റ് ഭാഗം എല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ഒരു 6-7 മിനിറ്റ് അത്രേ എടുക്കുള്ളൂ. അതിനകത്ത് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇനിയിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വെറൈറ്റി ഡിഷാണ്, ഒരു സ്റ്റാർട്ടറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.